നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് അപ്പിലാണ് ഇരിക്കുന്നു. ഞാൻ നോക്കുന്ന സമയം 720 പോയിന്റ് ഇരുന്നു. തിരികെ 500 പോയിന്റിൽ വന്നു. അതിന് ശേഷം പിന്നെ 720 പോയിന്റിന് മുകളിൽ പോയി. മാർക്കറ്റ് മുകളിലും താഴെയുമായിട്ട് 750 പോയിന്റിലിരിക്കുന്നു. 25,800 അടുത്തിരിക്കുന്നു. എന്താണ് റീസൺ എന്നത് നമ്മൾ ക്ഷമയോടാത്ത് നോക്കാം. ആദ്യം സ്വർണത്തിനെ കുറിച്ചുള്ള വാക്ക് നോക്കാം. 18 ക്യാരറ്റ് ഗോൾഡിന്റെ വില 12,010 10 രൂപ കയറിയിരിക്കുന്നു. 22 ക്യാരറ്റ് 80 രൂപ കയറി 14,030 98 രൂപ കയറി 15,306 24 ക്യാരറ്റ് വെള്ളിയുടെ ആക്ച്വൽ വില 280 എന്ന് പറയുന്നു. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 240. നിങ്ങൾ വിൽക്കാൻ പോകുമ്പം എന്ത് റേറ്റാണെന്ന് ചോദിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം. എല്ലാത്തിനും ETF ഭയങ്കര അടിയാണ്. ചൈനയിൽ തിരികെ വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നലുള്ള നല്ല രസമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ഡിമോണിറ്റൈസേഷനെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ അതിനെ റോങ് എന്ന് ഒരുപാട് ആൾക്കാർ തർക്കിച്ചായിരുന്നു. ഇന്ന് ഈ ഡിമോണിറ്റൈസേഷനെ കുറിച്ച് അമ്മയർ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നു. അതിൽ നോക്കിക്കോ, ആദ്യത്തെ സ്കീം എന്ത് കൊടുത്തിരിക്കുന്നു? ഒരു ഗുരുനാഥർ ജെയ്റ്റ്ലി കൊടുത്ത സ്കീമിന് ക്യാപിറ്റൽ ഗെയിൻസേ ഇല്ല, ലിക്വിഡിറ്റി ഇരിക്കുന്നു എന്നാണ് അതിലിരിക്കുന്നത്. പക്ഷെ ഇപ്പം അമ്മയർ എന്ത് പറയുന്നു എന്നാൽ, നിങ്ങൾ സെക്കൻഡറി മാർക്കറ്റ് വാങ്ങിയെങ്കിൽ ഗവൺമെന്റിന് ആ ഷെയർ വേണം എന്ന് പറയുന്നു. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ഗോൾഡ് തിരി 25,000 വരയ്ക്കെങ്കിൽ 126 ടൺ വന്നിട്ട് ഇന്നും റിന്യൂവലിന് ഇരിക്കുന്നു. 20,032 വരയ്ക്കും ഇരിക്കുന്നു. ഗോൾഡ് 25,000 രൂപയ്ക്ക് പോകാൻ്റെ ചാൻസ് വളരെ നന്നായിരിക്കുന്നു. സോ ലോങ് ടൈം 26 ജനുവരിയിൽ തന്നെ ഇരിക്കും. സം ടൈം അവരെ കൊണ്ട് താക്ക് പിടിക്കാൻ പറ്റുന്നില്ല. 2 ലക്ഷം കോടി അവർക്ക് കൊടുക്കണമെങ്കിൽ 2.5% മാത്രം പറ്റൂല. അത്ര 12% ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രം. ഇന്നും നമുക്കതിൽ കുറച്ച് സ്റ്റെപ്പ് എടുക്കണം. എന്ത് സ്റ്റെപ്പൊക്കെ എടുക്കുന്നു എന്ന് നിങ്ങൾ പല വർഷത്തിൽ നോക്കാം. പക്ഷേ ഇപ്പോൾ കൊടുത്ത കമ്മിറ്റ്മെൻറ്റിൽ 13% തിരികെ കൊടുക്കാൻ ചോദിക്കുന്നു. ഇൻട്രസ്റ്റിൽ നിങ്ങൾ നോമിനൽ സ്ലാബ് റേറ്റ് ടാക്സ് ഇടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇൻട്രസ്റ്റ് വന്ന് നോർമലി അണ്ടർസ്റ്റാൻഡ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്ത് റേറ്റോ ആ റേറ്റിൽ തന്നെ ഇടണം. പക്ഷേ അവരിപ്പോൾ എന്ത് പറയുന്നു എന്നാൽ, ആദ്യം നിങ്ങൾ വാങ്ങിയല്ലേ ആ റേറ്റിൽ തന്നെ 2.5% ഇടും എന്ന് പറയും. 14,000 രൂപ എങ്കിൽ 14,000 രൂപയ്ക്ക് 2.5%. നിങ്ങൾ 3,600 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2.5%. സോ അങ്ങനെ നോക്കുമ്പോൾ പ്രസന്റ് എന്ന് പറയുന്നത് കുറവാണ്. ആ 2.5%-ൽ ടാക്സ് ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസും ഉണ്ട്. നിങ്ങൾ പ്രൈമറി മാർക്കറ്റിൽ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നാലും സെക്കൻഡറി മാർക്കറ്റിൽ വിൽക്കുവാണെങ്കിലും ടാക്സ് ഉണ്ട്. അതിനെക്കുറിച്ച് അമ്മയാർ സംസാരിച്ചിട്ടില്ല. ഗവൺമെൻറ് ഡിസേർവ് ദി ഷെയർ എന്ന് പറയുന്നു. ഗവൺമെൻറ് ഡിസേർവ് ഇറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ, മുമ്പേ നിങ്ങൾ എന്തുകൊണ്ടാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കണ്ട. ഫാക്ട്സ് ആർ വെരി അൺകംഫർട്ടബിൾ. ആ ഫാക്ട്സ് തന്നെ ഞാൻ പറയുന്നു. ഇത് ഗോൾഡ് ബോണ്ടിനെ കുറിച്ചാണ്. ഇന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നതിൻ്റെ കാരണം US ട്രേഡ്. US സൈഡിൽ ഇരുന്ന് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ, $500 മില്യൺ വന്നിട്ട് ആംസ് ആൻഡ് ഓർണമെന്റ്സ് വാങ്ങാൻ പോകണു എന്ന് പറയുന്നു. പക്ഷേ ഓയിലിനെ നിർത്തും, ഇല്ലെങ്കിൽ 25% ടാക്സ് കണ്ടിന്യൂ ആകും. ഇന്ത്യൻ റെഫൈനറീസ് എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങളെ കൊണ്ട് ഓവർനൈറ്റ് റഷ്യൻ ഓയിൽസും നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ രാസൻ ഷാഫിൻ്റെ ഗതി എന്താവും? ഇതിനൊക്കെ ഉത്തരമില്ല. അടുത്തത് വന്നിട്ട് അഗ്രികൾച്ചറൽ ഇമ്പോർട്ട്സിനെ ഫ്രീ ആയി വിടാം. ഒരു ട്വീറ്റ് തന്നെ അതിൽ വന്നിട്ടുണ്ട്. ആ ട്വീറ്റിന് ഞാൻ ഇടാം. US അഗ്രികൾച്ചർ സെക്രട്ടറി ഇട്ടിരിക്കുന്നു. അതായത് പ്രസിഡന്റിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഒരു വലിയ അഗ്രികൾച്ചർ മാർക്കറ്റാണ്, നിങ്ങൾ പ്രോഡക്റ്റിനെ പാതി വിലയ്ക്ക് അവിടെ ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമേഴ്സിൻ്റെ ഗതി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നോക്കണം. അതൊക്കെ ശ്രദ്ധിക്കാതെ 18% ടാക്സ് എന്ന കാരണം ടെക്സ്റ്റൈൽസ്, സ്ട്രിങ്സ് ഇതുപോലത്തെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയുടെ ഷെയർസൊക്കെ ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. അദാനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയതുപോലെ 13% അദാനി സ്റ്റോക്ക് കയറിയിരിക്കുന്നു. മറ്റേതൊക്കെ 3-4% കയറിയിരിക്കുന്നു. ഇതിനെനിക്ക് എന്തറിയണമെന്നാൽ, നമ്മൾ എപ്പോഴാണ് റഷ്യൻ ഓയിൽ നിർത്താൻ പോകുന്നു? റാസൻ സോഫ്റ്റിന് എന്ത് ചെയ്യാൻ പോകുന്നു? 25% ടാക്സ് അതിലാണ് ഡിപ്പെൻഡൻറ്റ്. അഗ്രികൾച്ചർ
എന്തുകൊണ്ടാണ് വിൽക്കുന്നു, എന്തൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നു, പാൽ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്ന, ചിക്കൻ ലെഗ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്ന, ഇതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്കറിയണം. അത് അല്ലാതെ ഡീറ്റെയിൽസ് ഒന്നും തരാതെ വിൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ സമ്മതിക്കുന്നില്ല എന്നത് അർത്ഥമില്ല. ഇവിടെ മാർക്കറ്റിൽ എന്ത് വരുന്നോ അതിനെ വെച്ച് തന്നെ നമ്മൾ ഗെയിം കളിക്കണം. നിങ്ങൾ അഗ്രികൾച്ചർ തന്നെയല്ലോ എന്ന് ഫ്രീ വിടാൻ പോകുന്നെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് സ്റ്റോക്സ് ഒക്കെ അടി വാങ്ങും. റഫേൽ പ്ലെയിനെ ഇന്നും നിങ്ങൾ വാങ്ങി തീർത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എയർക്രാഫ്റ്റ് വാങ്ങുന്നു എന്ന് പറയുന്നു. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന കാര്യത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയണം. എപ്പോഴാണ് വാങ്ങാൻ പോകുന്നു അതിനെക്കുറിച്ചും പറയണം. അടുത്തത്, ഇന്ത്യയിലുള്ള ബഡ്ജറ്റിൽ ഒരു നല്ല ന്യൂസ് വന്നിരിക്കുന്നു. ഇപ്പോൾ ദുബായിൽ നിന്ന് വരുവാണെങ്കിൽ ഒരാളിന് ഒരു പ്രാവശ്യം 40 ഗ്രാം എടുത്തിട്ട് വരാം. എന്ത് വിലയായിട്ട് ഉണ്ടെങ്കിലും എടുത്തോണ്ട് വരാം. അങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രോക്കർ പാടി അങ്ങനെന്ന് പറഞ്ഞാൽ ബ്രോക്കറിൻ്റെ അസോസിയേഷൻ എന്ത് പറയുന്നു എന്നാൽ മങ്ങാത്ത കളിച്ചാൽ മാത്രമല്ല ഞങ്ങൾക്ക് കാശ്, അത് കാരണം മങ്ങാത്ത കളിക്കാൻ വിടണം, STT ഹൈക്കിന് റോൾ ബാക്ക് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നു. സോ മങ്ങാത്ത കളിക്കുന്നത് എങ്ങനെ തീർക്കാം എന്ന് നോക്കാം. അടുത്തത് വന്നിട്ട് ടാറ്റ കെമിക്കൽ ലോസ് വന്നിട്ട് വൈഡൻ ആയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ സോഡിയം ബൈകാർബണേറ്റിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇൻക്രീസ് ആകുന്നില്ല. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില ഇന്നും കുറയും. ഏത്തൻ എനർജി വന്നിട്ട് ലോസ് 85 കോടി ആക്കിയിരിക്കുന്നു. സെയിൽസ് ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു, റവന്യൂ കയറിയിരിക്കുന്നു. EV കാറിൻ്റെ സെയിൽസിൽ ഇന്ത്യയിൽ ഇമ്പ്രൂവ് ആയിരിക്കുന്നു. മാരുതി ആൻഡ് വിൻഫാസ്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നു. പല സ്റ്റോക്കിന് പ്രേംജി എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ പല ഫാമിലി ഓഫീസ് മൂലം ഭാരത് ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയിൽ 23% വാങ്ങിയിരിക്കുന്നു. ആദ്യത്തെ ന്യൂസ് ഈ GST കട്ടിൻ്റെ പ്രിൻ്റപ്പ് ഡിമാൻഡ് കുറയുന്നു എന്നത്. എൻഫീൽഡിലിരുന്ന് 14% തന്നെ ജനുവരി മാസം സെയിൽസ്. 14 എന്ന് പറയുന്നത് ഒരു നല്ല നമ്പറാണ്. മറ്റേ നമ്പറൊക്കെ നമ്മളിത് നോക്കുമ്പോൾ ഇതിന് കുറച്ച് കുറവായിട്ട് തന്നെ നോക്കാൻ പറ്റുന്നു. അശോക് ലേലാൻഡിൽ വന്ന് 24% മുകളിൽ സെയിൽസ് കയറിയിരിക്കുന്നു. തന്നെ ടാറ്റ മോട്ടോഴ്സിനും കയറിയിരിക്കുന്നു. അതിൻ്റെ ശേഷം എന്ത് ചെയ്യുന്നു എന്നാൽ ട്രംപ് എന്ത് പറയുന്നു എന്നാൽ, ഞാൻ ഹൗസിൻ്റെ അടുത്ത് സംസാരിച്ചു, അവർ ഈ പാർഷ്യൽ ഷട്ട് ഡൗണിന് വാർപ്പസ് വാങ്ങും എന്നാണ് പറയുന്നു. എലോൺ മസ്ക് എന്ത് പറയുന്നു എന്നാൽ ഗോർഗനെയും ഫേസ്ബുക്കിനെയും മെർജ് ചെയ്ത് 1.35 ട്രില്യൺ വാല്യുവേഷൻ എന്ന് പറയുന്നു. ഇത് വരുമോ വരത്തില്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളടുത്ത് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു ബിറ്റ്കോയിനൊക്കെ പ്രോബ്ലം എന്ന്. ബിറ്റ്കോയിൻ വന്നിട്ട് കറപ്റ്റഡ് ഐറ്റത്തിൽ നമ്പർ 1 ആണ്. എന്തെന്ന് വെച്ചാൽ അത് തന്നെ ആദ്യം വന്നത്. കോയിന് തന്നെ ഈ ഗതിയെങ്കിൽ വായിൽ വരാത്ത പേരിൻ്റെ കോയിൻ്റെ ഒക്കെ ഗതി എന്താ? ഇതുപോലെ പല കോയിൻസ് വന്ന് ഇന്ത്യയിലും തമിഴ്നാട്ടിലും ഒക്കെ ചുറ്റിയോണ്ട് കിടക്കുന്നു. കോയിൻ്റെ സ്ലംബ് $200 ബില്യൺ മാർക്കറ്റ് വാല്യൂവിലിരുന്ന് എടുത്തിരിക്കുന്നു. ഓറക്കിൾ എന്ത് പറയുന്നു എന്നാൽ, നിങ്ങൾ ഈ വട്ടിക്കൊക്കെ കടം അടയ്ക്കണം, അല്ല ഡേറ്റ ക്ലൗഡിൽ ഇടാൻ പോകുന്നു. ഇപ്പോൾ കോസ്റ്റ് കൊണ്ടുവരണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ 20,000 നിന്ന് 30,000 പേരിന് ജോലിനെ ബലി കൊടുക്കാൻ പോകുന്നു. അങ്ങനെയാണ് പറയുന്നത്. 30,000 പേരിൻ്റെ കണക്ക് പറയുമ്പോൾ ഈ ടാറ്റ ഇനി നിങ്ങൾ ഇവിടെ വരണ്ട എന്നാണ് അർത്ഥം. ഓവറാളെ നോക്കുവാണെങ്കിൽ ഇതാണ് ഇതുവരെ ഉള്ള ന്യൂസ്. ഇന്നൊരു ന്യൂസ് എന്തെന്ന് വെച്ചാൽ കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒരേടിയായിട്ട് കുറഞ്ഞിരിക്കുന്നു. കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞിരിക്കുന്നു എന്നാൽ ഒരിടത്ത് വന്നിട്ട് ഗാസ പ്രോബ്ലം എന്ന് വെച്ചാൽ കറണ്ട് അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് പ്രോബ്ലമാണ്. അവർ വന്നിട്ട് ബൾക്ക് ഡെപ്പോസിറ്റ് യൂസ് ചെയ്ത കാരണം കാസ്റ്റ് ഒരുപാട് കൂടുതൽ വന്നു. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറഞ്ഞായിരുന്നു. അതിലിരുന്ന് പ്രോഫിറ്റ്സ് പിരിഞ്ഞിരിക്കുന്നു. ഇതിനെ മോർണിംഗ് കോണ്ടെക്സ്റ്റിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ബഡ്ജറ്റിൽ ഡെപ്പോസിറ്റിൽ കാശ് ഇടാൻ താല്പര്യം വരും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതൊന്നും വന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ബാങ്കിലിടുന്ന കാശ് കുറയും, കാരണം ബാങ്ക് ഡെപ്പോസിറ്റ്സ് കുറയും. ഇത് പിന്നെ ക്രെഡിറ്റിനെയും അഫക്റ്റ് ചെയ്യും. കാത്തലിക് സിറിയൻ ബാങ്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതാണ് ഇന്നുള്ള പുതിയ വാർത്ത. ബ്ലൂംബർഗിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഇന്ത്യ വന്നിട്ട് 5 ലക്ഷം കോടി ഗവൺമെൻറ് കടം വാങ്ങാൻ പോകുന്നത് വന്നിട്ട്
മാർക്കറ്റിൽ പ്രഷറിന് കൊടുക്കും. കാരണം റിസർവ് ബാങ്ക് തന്നെ നോട്ടടിച്ച് കുറച്ച് പോർഷൻ വാങ്ങി വയ്ക്കണം. അങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നു. ബേസിക്കലി എന്തെന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് മണി ടു മേക്ക് ബൈ ബോണ്ട്. വിലവാസി ഇന്ത്യയിൽ ഡെഫിനറ്റായിട്ട് കയറും. ഇത് വന്നിട്ട് ബഡ്ജറ്റിൽ ഹിഡൻ ആണ്, അജണ്ടയാണ്. STTനെ കുറയ്ക്കാൻ പറ്റൂല. പ്രിന്റ് ഗോൾഡ് ബോണ്ടിലിരിക്കുന്ന LTCGനെയും കുറയ്ക്കാൻ പറ്റൂല. എന്തായെന്ന് വെച്ചാൽ ഈ 12 ലക്ഷം രൂപ എക്സംഷൻ കൊടുത്തതിൽ ടാക്സ് ബോയൻസി ഇരിക്കുമെന്ന് വിചാരിച്ച അത്രയും ഇൻകം ടാക്സ് കളക്ട് ആയില്ല. ഓപ്പേഡ് പെർഫോം ചെയ്തില്ല, ഏർണിങ്സും ഇല്ല. പോലെ തന്നെ GST കട്ട് ചെയ്തതിൽ സെയിൽസ് ഇംപ്രൂവ് ആയി, കളക്ഷൻ ശരിയാകുമെന്ന് വിചാരിച്ച അത്രയ്ക്ക് കളക്ഷൻ ശരിയായില്ല. റവന്യൂ കുറഞ്ഞതിൽ കൂടെ അവർ എക്സ്പെൻസിനെയും ഭയങ്കരമായിട്ട് അവർ കട്ട് ചെയ്തിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ പറഞ്ഞ അത്രയും അവർക്ക് നടന്നില്ല. ഇത് കാരണം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ തന്നെ തന്നെ ഗ്രോ ആയിരിക്കുന്നു. GDP ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. GDP അഫക്റ്റ് ചെയ്തതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഇൻഫ്ലേഷൻ 0.5% എന്ന് പറയുന്നത്. ആക്ച്വൽ ഇൻഫ്ലേഷൻ വന്നിട്ട് 4.5 5% തീർച്ചയായിട്ടിരിക്കും. എന്നെ പൊറുത്ത മട്ടിൽ അത് കണ്ടിന്യൂ ആവും. തിരുപ്പൂർ, വാണിയമ്പാടി ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് നല്ല ന്യൂസായെന്ന് നമുക്ക് എപ്പോൾ അറിയാൻ വരുമെന്ന്. ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫുള്ളാ കൈക്ക് വന്നതിൻ്റെ ശേഷമാണ്. റഷ്യൻ ഓയിലിന് 6 മാസം സമയം കൊടുക്കുവാണെങ്കിൽ 8% വെരി ഗുഡാണ്. ഫാമേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നീ വന്ന് ഇല്ലാതെ അഗ്രികൾച്ചർ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പിന്നെ വ്യവസായി ഗാലി പിന്നെ തിരുപ്പൂറിന് അഡ്വാൻറ്റേജ് ആണ്. ഇത് എന്തെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കേണ്ടതായിരിക്കും. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.